പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 5 ബുധൻ. പ്രധാന വാർത്തകൾ. മസ്കത്ത് ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന പള്ളിയിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 3 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP അറിയിച്ചു. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എൻ്റെ കേരളം എൻ്റെ മലയാളം വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. 2025 ജനുവരി 24 വെള്ളിയാഴ്ച വാദി കബീറിലെ മച്ചാൻ ഹൈറ്റ്സ് ഹാളിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നായി 800-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കേരള വിഭാഗം കൺവീനർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാട്ടിൽ നിന്നും ക്വിസ് മാസ്റ്ററായി എത്തിയ ഡോക്ടർ PK ഷാജി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ വിഭാഗം സെക്രട്ടറി ജഗദീഷ് കീരി സ്വാഗതം പറഞ്ഞു. മലയാളം മിഷൻ ഒമാൻ സെക്രട്ടറി അനു ചന്ദ്രൻ ആശംസകൾ നേർന്നു. കേരള വിഭാഗം കോ-കൺവീനർ KV വിജയൻ, ട്രഷറർ അംബുജാക്ഷൻ, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബിതിയയിലെ സ്വദേശി കുടുംബത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട 4 പ്രതികളിൽ ഒരാളായ ഇന്ത്യൻ പൗരന്റെ വിചാരണകൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ നാസർ ബിൻ ഖാമിസ് അൽ സവായി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യത്തിനോട് മറുപടിയിലാണ് കേസിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്. കേസിൽ 4 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിലേക്ക് കടന്ന പ്രതികളെ ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിൽ 3 പേർ കോവിഡിനെ തുടർന്ന് മരണപ്പെട്ടതായി ഇന്ത്യൻ അധികൃതർ സുൽത്താനേറ്റിനെ അറിയിച്ചിരുന്നു. പ്രതികളിൽ ജീവിച്ചിരിപ്പുള്ള ഹബീബുള്ള മുഹമ്മദ് ഹനീഫിനെ കോടതി ഉത്തരവിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് 2024 ജനുവരി 24 ഒമാന് കൈമാറുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ വിചാരണാ നടപടിക്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒമാനും ഇന്ത്യയും തമ്മിൽ ഔപചാരികമായ കുറ്റവാളി കൈമാറ്റ കരാറൊന്നുമില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധം കണക്കിലെടുത്താണ് ഹനീഫിനെ കൈമാറാൻ തീരുമാനിച്ചതെന്ന് നാസർ ബിൻ ഖാമിസ് അൽ സവായി കഴിഞ്ഞ വർഷം വിശദീകരിച്ചിരുന്നു. 2019 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം ഒമാനിൽ നടക്കുന്നത്. ഒമാനി പൗരനെ ഭാര്യയ്ക്കും പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്കുമൊപ്പം ബിതിയയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കത്തിയും ചുറ്റികയും ഉപയോഗിച്ചായിരുന്നു ഇവരെ കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 2 ദിവസമെടുത്താണ് ബന്ധുക്കൾ എന്താണ് സംഭവമെന്നും മറ്റു വിവരങ്ങളും നൽകിയത്. അപ്പോഴേക്കും പ്രതികൾ ഒമാനിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. സംഭവ സമയത്ത് ഒമാനിലെ ബിതിയയിലായിരുന്നു 1-ാം പ്രതിയായ മുഹമ്മദ് ഹനീഫ് ജോലി ചെയ്തിരുന്നത്. ഒമാൻ പീനൽ കോഡിലെ ആർട്ടിക്കിൾ 302A പ്രകാരം ശിക്ഷാർഹമായ ആസൂത്രിത കൊലപാതക കുറ്റം ചെയ്തതായി ആരോപിച്ച് ഇദ്ദേഹത്തെ കൈമാറാൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉടമ്പടി പ്രകാരം കൊലപാതകം കൈമാറാവുന്ന കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി വിചാരണാ കോടതി ഉത്തരവ് ഹൈക്കോടതി ജസ്റ്റിസ് അമിത് ബൻസാൽ 2023 നവംബറിൽ ശരിവെക്കുകയായിരുന്നു. തുടർന്നാണ് പ്രതിയെ ഒമാന് കൈമാറുകയും രാജ്യത്ത് വിചാരണ ആരംഭിക്കുകയും ചെയ്തത്. പ്രതിക്ക് നിയമസഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും സൗകര്യമൊരുക്കുമെന്നും അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. ഒമാനിൽ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പബ്ലിക് പ്രോസിക്യൂഷൻ. കഴിഞ്ഞ വർഷം 1325 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഡോക്ടർ റാഷിദ് ബിൻ ഉബൈദ് അൽ ഖൈബി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിൽ പീഡനം, ആക്രമണം, പ്രായപൂർത്തിയാകാത്തവരെ കുറ്റകൃത്യങ്ങൾക്ക് വിധേയമാക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2024 കുട്ടികളെ ദുരുപയോഗം ചെയ്ത് 399 കേസുകളും കുട്ടികൾക്കെതിരെയാണ്.
ആക്രമണങ്ങളുടെ 366 കേസുകളും കുട്ടികളെ കുറ്റകൃത്യങ്ങൾക്ക് വിധേയമാക്കിയതിന് 174 കേസുകളും രേഖപ്പെടുത്തി. ഒമാനിൽ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോട്ട്ലൈൻ സാമൂഹികക്ഷേമ വകുപ്പ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് സാമൂഹിക വികസന മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 1100 എന്നതാണ് ഹോട്ട്ലൈൻ നമ്പർ. മന്ത്രാലയത്തിന് കീഴിൽ പ്രത്യേകം ജീവനക്കാരെ നിയമിച്ചാണ് ഹോട്ട്ലൈൻ പ്രവർത്തിക്കുന്നത്. ഒമാന്റെ മുഴുവൻ ഭാഗങ്ങളും ഹോട്ട്ലൈൻ വഴിയുള്ള സേവനങ്ങൾ ലഭ്യമാണ്. ഒമാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധാരണ കുറ്റകൃത്യങ്ങൾ: ഒന്നാമത്, തൊഴിൽ നിയമ ലംഘനങ്ങൾ. കഴിഞ്ഞ ഒരു വർഷത്തെ കുറ്റകൃത്യങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ പബ്ലിക് പ്രോസിക്യൂഷനാണ് കണക്കുകൾ നിരത്തിയത്. ചെക്കുകൾ മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് രണ്ടാം സ്ഥാനത്ത്. തൊഴിൽ നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 12,407 കേസുകൾ 2024 രജിസ്റ്റർ ചെയ്തു. ചെക്കുകൾ മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട 9,699 കേസുകളും റിപ്പോർട്ട് ചെയ്തു. 9,154 കേസുകളുമായി വിദേശികളുടെ താമസ നിയമലംഘനങ്ങളാണ് മൂന്നാമത്. വഞ്ചന, മോഷണം, പിടിച്ചുപറി എന്നീ കുറ്റകൃത്യങ്ങൾ യഥാക്രമം 5,343-ഉം 4,002 കേസുകളുമായി ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം നേടി. ഇലക്ട്രോണിക് രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇ-സർവീസസ് പോർട്ടൽ വഴി 45,538 കേസുകൾ ലഭിച്ചു. മുൻവർഷത്തേക്കാൾ 24% വർധനവാണിത്. പുറപ്പെടുവിച്ച മൊത്തം ജുഡീഷ്യൽ ഉത്തരവുകളുടെ എണ്ണവും 2,61,650 ആയി. 83,305 അന്വേഷണ റിപ്പോർട്ടുകളും തയ്യാറാക്കി. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മസ്കത്ത് ഗവർണറേറ്റിലാണ്. 20,852. 7,500 കേസുകളുമായി വടക്കൻ പാറ്റ്നയാണ് തൊട്ടുപിന്നിൽ. ധോഫാറിൽ 4,457 കേസുകളും രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ വർഷത്തെ ആകെ പ്രതികളുടെ എണ്ണം 58,858 ആയിരുന്നു. ഇതിൽ 89.2% പുരുഷന്മാരാണ്. പ്രതികളിൽ 46.8% വിദേശികളായിരുന്നു. പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്ത കേസുകളുടെ എണ്ണം 22.5% വർദ്ധിച്ചു. ഇതിൽ 43,957 കുറ്റകൃത്യങ്ങളും 2,281 കൊടിയ കുറ്റകൃത്യങ്ങളും ഉൾപ്പെടുന്നതായും പ്രോസിക്യൂഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മസ്കത്തിലെ തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ ഇലക്ട്രിക് ബസ് പരീക്ഷണ സർവീസുകൾ ആരംഭിച്ച് മുവാസലാത്ത്. ഇലക്ട്രിക് ബസിന്റെ പ്രകടനം വിലയിരുത്തുന്നതിനും നഗരഗതാഗതത്തിനായുള്ള പ്രവർത്തന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് പരീക്ഷണ ഓട്ടമെന്ന് ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു. 2050 കാർബൺ ബഹിർഗമനം 0-ലെത്തിക്കുക എന്ന ഒമാന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണ് ഇലക്ട്രിക് ബസുകൾ. കഴിഞ്ഞ ഖരീഫ് കാലത്തും മുവാസലാത്ത് ഇലക്ട്രിക് ബസുകൾ ഉപയോഗിച്ചിരുന്നു. 28 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ബസ്. മണിക്കൂറിൽ 70 മുതൽ 130 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ നഗര പരിതസ്ഥിതികൾക്ക് ഇത് വളരെ അനുയോജ്യമാകും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.